ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കാറിലാണ്. ഇതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ ഞങ്ങൾ മധുരയിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രിപ്പിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ, ഹായ്. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മളിപ്പോൾ മധുരയിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറയാവേ. ഹലോ, അപ്പോൾ നമ്മൾ തെന്മലയിൽ എത്തി. നമ്മൾ കറക്റ്റ് സ്ഥലം എത്തിയില്ല. നമ്മൾ തെന്മലയിൽ വരിയുടെ ഇടയ്ക്കാണ്. ഇവിടെ നല്ല രസമുണ്ട്, തണുപ്പാണ്. പക്ഷെ നമ്മുടെ കാറ് ചെറുതായിട്ട് നേരത്തെ മഴ ഉണ്ടായതുകൊണ്ട് കാറ് ഫുള്ള് നനഞ്ഞ് കിടക്കുവാണ്. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എത്തുമ്പോഴേക്കും ഞാൻ പറയാവേ. തമിഴ്നാട് പാസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കും. ടാറ്റാ. ഹലോ, അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ 4:30 ഇവിടെ രാമേശ്വരത്തെത്തി. പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി. ഞങ്ങൾ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് രാമേശ്വരം ടെമ്പിളിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കിട്ടി. നല്ല റൂമാണ്. ഞാൻ നാളെ കാണിച്ചു തരാം. നാളെ നമുക്ക് ഫുൾ ഒരു റൂം ടൂർ കാണും. പിന്നെ നാളെ നമ്മൾ കുറേ സ്ഥലത്ത് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബൈ ഗായ്. ഇതാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോയുള്ള പിക്ചേഴ്സ്. കുറേ പിക്ചേഴ്സ് ഒന്നും എടുത്തില്ല, ഇതൊക്കെ എടുത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഇൻസൈഡ്. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ഈ കാവ് ഔട്ട് ചെയ്ത് ഡിസൈൻസ് ആയിരുന്നു. ഹലോ, ഇത് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങളൊരു ഓട്ടോ കണ്ടു. അപ്പോൾ ആ ഓട്ടോ നമ്മൾ സൈറ്റ് സീയിങ് ഇറങ്ങി. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഈ ബീച്ചിൽ ചെന്ന് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറേ സീഷൽസ് കളക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെന്നത് ഈ ഒരു വലിയൊരു ലൈറ്റ് ഹൗസ് ആണ്. അവിടെ മേളിൽ നമുക്ക് നിന്നിട്ട് ഈ ശ്രീലങ്കയുടെ ഭാഗമൊക്കെ കാണാമെന്നാണ്. നമുക്കറിയത്തില്ല, നമുക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു ശ്രീലങ്കയുടെ ടവർ. ഇതാണ് ഇന്ത്യൻ ഓഷൻ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ത്യൻ ഓഷൻ്റെ ഒരു ഭാഗം. ഇതാണ് ഇന്ത്യയുടെ ശരിക്കും അറ്റം എന്ന് പറയാം. രാമേശ്വരം ഇന്ത്യയുടെ ഏറ്റവും അങ്ങേ അറ്റം പോലെയാണ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ ചെന്ന കടലിൻ്റെ മറ്റേ ഭാഗങ്ങളാണ്. വന്ന വരിയും എല്ലാം ഇതുവരെ കാണാൻ പറ്റും. ആ റോഡിൽ കൂടിയാണ് നമ്മൾ ഇതുവരെ കയറുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു കലാമിൻ്റെ വീട്. APJ അബ്ദുൽ കലാം, നമ്മുടെ ഫോമർ പ്രസിഡന്റ്, ഇവിടെയായിരുന്നു ജനിച്ചത്. ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് വലുതാക്കിയതാണ്. ഇവിടെ APJ അബ്ദുൽ കലാമിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട്. ഞങ്ങൾ റെസ്റ്റ് എടുത്ത് റെഡിയായിട്ട് അമ്പലത്തിൽ പോയിരുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ രാത്രിയായി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. ഹലോ, അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. റൂമൊക്കെ കാണിക്കാം. റൂം കാണിക്കാതെ ഞാൻ കുറേ നാളായിട്ട് വന്നു, പക്ഷേ ഇതുവരെയും കാണിച്ചില്ല. അപ്പോൾ ഇന്ന് കാണിക്കാവേ. ഹലോ, ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ആലയം എന്നാണ്. ഇതല്ല എൻ്റെ ഫ്രണ്ട്, അത് ജസ്റ്റ് ഞങ്ങളുടെ ഹോട്ടൽ ഭാഗത്തെ ഫ്രണ്ടാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങളുടെ റൂം നമ്പർ 43 ആയിരുന്നു. നല്ല റൂമായിരുന്നു. ഞങ്ങൾക്ക് കുറേ റൂമിൽ ചെന്നിട്ട് മിക്കവാറും റൂമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ സ്ഥലത്ത് തപ്പി നടന്നപ്പോഴാണ് ഒരു ആവറേജ് പ്രൈസ് റേഞ്ചിലുള്ള നല്ലൊരു റൂം കിട്ടിയത്. നല്ല റൂമായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത് തന്നെയായിരുന്നു ടെമ്പിൾ. ഞങ്ങളുടെ വെസ്റ്റ് നടയുടെ അടുത്തായിരുന്നു. എല്ലാ സൈഡിലും ഉണ്ട് നമ്മുടെ ടെമ്പിൾ എന്ന് വെച്ചാൽ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും. ഞങ്ങൾ വെസ്റ്റ് നടയുടെ അടുത്തുള്ള ഹോട്ടൽസാണ് നോക്കിയത്. അപ്പോൾ അത് തന്നെ കിട്ടി. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പാമ്പാൻ പാലത്തിൽ കൂടെയാണ്. 2 സൈഡിലും കടലാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ജ്യൂസൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ 9 മണിയായി. ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടൂറായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും ഇനിയും വരും. പക്ഷേ കാറിൽ പോകുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു ട്രെയിനായിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കലാമിൻ്റെ വീട്ടിലൊക്കെ പോയല്ലോ. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഒരു കോയിൻ പേഴ്സും പിന്നെ 2 കീച്ചെയിനും. ഞാനൊരു ഷെല്ലിൻ്റെ കീച്ചെയിനും വാങ്ങിച്ചു. എൻ്റെ ചേച്ചി ഒരു ക്യൂട്ട് ഡെസൻ്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയും ബാൻഡും ഉള്ള കീച്ചെയിൻ. പിന്നെ ഞാൻ കളക്ട് ചെയ്തിരുന്ന കുറേ ഷെല്ല് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ആ ബീച്ചിൻ്റെ സൈഡിൽ. നല്ല രസമായിരുന്നു അവിടുത്തെ ഷെല്ല്. എല്ലാം യുണീക്കായിട്ടുള്ള ഷെല്ലായിരുന്നു ഞാൻ കളക്ട് ചെയ്തത്. എനിക്ക് ഇനിയും കളക്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ കളക്ട് ചെയ്ത എൻ്റെ ഫേവറേറ്റ്സ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ ഈ ഡിസൈനൊക്കെ കാണാൻ നല്ല യുണീക്കാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊക്കെ വാങ്ങിച്ചപ്പോൾ പിന്നെ ഒരു സന്തോഷവും
ഇത്രേ ഉള്ളൂ ഗൈസ്. നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിട്ട് തോന്നി. ഇനിയും പോകണം. ഇത്രേ ഉള്ളൂ.